ഗൈസ്, ഡ്രൈവ് ടൈം റിവ്യൂസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഗ്രാൻഡ് വിത്താരയുടെ സിഗ്മ മോഡലാണ് കൊണ്ടിരിക്കുന്നത്. നമുക്ക് കൂടുതലായതായിട്ടുള്ള കാര്യങ്ങൾ അതേക്കുറിച്ച് നമുക്ക് നോക്കാം. വാ. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ രണ്ട് വണ്ടി ഒന്നിച്ച് കൊണ്ടുവരാനാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ നമുക്ക് രണ്ട് വണ്ടി രണ്ട് സ്ഥലത്താണ് ഒന്നിച്ച് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് അത് നടക്കില്ല. അപ്പം ഡെൽറ്റയാണോ എടുക്കേണ്ടത്, ഇതാണോ എടുക്കേണ്ടത് നോക്കിയപ്പോൾ നമുക്ക് ബെസ്റ്റ് പറയാൻ എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വണ്ടിയിലാണ് തോന്നി. അതുകൊണ്ട് നമ്മൾ ഈ വണ്ടി തന്നെ സ്വിച്ച് യൂസ് ചെയ്ത് ഈ വണ്ടി നമുക്ക് തന്നത് നമുക്ക് നൂറിനാടുള്ള നമ്മുടെ ഒരു കസ്റ്റമർ തന്നെയാണ്. ഈ വണ്ടി ചൂസ് ചെയ്യാനുള്ള കാരണം തന്നെ ഇത് കസ്റ്റമർ അത്ര നാൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ വണ്ടിയെക്കുറിച്ച് അറിയാൻ പറ്റും. നമുക്കിനി കൂടുതലായിട്ട് വണ്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെ നോക്കാം. ഈ വണ്ടിയിൽ ഓൾറെഡി ഫോഗ് ലാമ്പ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ആകെ വലിയൊരു ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് LED ആണ്. അതിൻ്റെ ചുറ്റുമുള്ള ഈ ക്രോം പാനലും കാര്യങ്ങളെല്ലാം കസ്റ്റമർ എക്സ്ട്രാ ചെയ്യിപ്പിച്ചിരിക്കുന്നതാണ്. നീളത്തിലുള്ള ഈ ഡേ ലൈറ്റ് റണ്ണിംഗ് ലാമ്പിൻ്റെ ചുറ്റുമുള്ള ക്രോം പാനലും എല്ലാം കസ്റ്റമർ എക്സ്ട്രാ ചെയ്തിരിക്കുന്നതാണ്. ഈ വണ്ടി ശരിക്കും ബേസ് മോഡൽ എടുത്ത് നല്ല രീതിയിൽ പണിഞ്ഞൊരു വണ്ടിയാണ്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഈ വണ്ടി മാറ്റാനുണ്ടെന്നാണ് നമ്മളോട് കസ്റ്റമർ പറഞ്ഞത്. മാരുതിയുടെ കുറേ വണ്ടികളിൽ നമ്മൾ കണ്ടിട്ടുള്ള സെയിം ഗ്രില്ലും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടി വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ വണ്ടിയുടെ ടയർ സൈസിലേക്ക് പോകുമ്പോൾ 17 ഇഞ്ചാണ് വരുന്നത്. അലോയി ഒന്നും വരുന്നില്ല. വെറുതെ വീൽ കപ്പുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ടയറിന് മുകളിൽ ഒരു ലൈനപ്പ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വലിയ ടയർ വരെ ഇടാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. എന്നാൽ ഇതിൽ 17 ഇഞ്ച് കൂടുതൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഈ വണ്ടിയുടെ വശങ്ങളിലേക്ക് വരുമ്പോൾ വലിയൊരു ക്വാർട്ടർ ഗ്ലാസും അതുപോലെ തന്നെ റൂഫ് റെയിൽ കൊടുത്തിരിക്കുന്നത് നല്ല നീളത്തിലും വലുപ്പത്തിലുമാണ്. നമുക്കൊരു വണ്ടിക്കൊരു ഹൈറ്റ് തോന്നുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. റിവേഴ്സിലേക്ക് വരുമ്പോൾ വലിയൊരു LED സ്ട്രിപ്പ് കൊടുത്താണ് നമുക്ക് ഈ റിവേഴ്സിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നടുക്ക് ആ സുസുക്കിയുടെ ബാഡ്ജിങ് വരുന്നതുകൊണ്ട് തന്നെ രണ്ടായിട്ട് കട്ട് ചെയ്ത് ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ തന്നെ ഗ്രാൻഡ് വിത്താരയുടെ വലിയൊരു ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ് ലൈറ്റ് വന്നിരിക്കുന്നതാണെങ്കിൽ നല്ലൊരു ചെറിയൊരു ഫിനിഷിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച പോലെ. അതിൻ്റെ റിവേഴ്സ് ലൈറ്റും അടിയിൽ ഒരു റിഫ്ലക്ടറും വെച്ച് സെറ്റ് ചെയ്തേക്കും. ഈ വണ്ടിയിൽ ഹൈബ്രിഡ് ടെക്നോളജി യൂസ് ചെയ്തേക്കുന്നത് കാണിക്കുന്ന രണ്ട് ബാഡ്ജിങ് സൈഡിലായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വണ്ടിയുടെ എല്ലാമായ ബൂട്ട് സ്പേസ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നിക്കുന്ന പോലെയാണ് ഈ വണ്ടിയിൽ ഇരിക്കുന്നതെന്ന് വേണേൽ പറയാം. കാരണം 373 ലിറ്ററേ ബൂട്ട് സ്പേസ് വരുന്നുള്ളൂ. ഈ സെഗ്മെന്റിലെ ഏറ്റവും കുറവ് ബൂട്ട് സ്പേസ് ഉള്ള വണ്ടിയാണ്. കൂടാതെ തന്നെ എല്ലാ സീറ്റിനും പറ്റുന്ന രീതിയിലുള്ള ഹെഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം വണ്ടിയിൽ ഓൾറെഡി വരുന്നുണ്ട്. ബൂട്ട് സ്പേസ് ശരിക്കും കുറവാണ് ഈ വണ്ടി. ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ട്. 2600 mm അടുപ്പിച്ച് വരുന്നുണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ്. പിന്നെ അത്യാവശ്യം ക്രെറ്റയേക്കാൾ ഇച്ചിരി നീളമുണ്ട് വണ്ടിക്ക്. വണ്ടി ഇച്ചിരി നല്ല രീതിയിലുള്ള നീളം നമുക്ക് തോന്നിക്കുന്നുണ്ട്. ഈ വണ്ടിയുടെ ഡോർ പാനലിൽ കൊടുത്തിരിക്കുന്ന ഈ കളർ തീമും കാര്യങ്ങളെല്ലാം കസ്റ്റമർ അപ്ഗ്രേഡ് ചെയ്തതാണ്. ഈ വണ്ടി ശരിക്കും ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഇതിൽ എല്ലാ കാര്യങ്ങളും വരുന്നത്. സീറ്റും കാര്യങ്ങളെല്ലാം ഈ വണ്ടിയിൽ ഫുള്ള് ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. അപ്പം കസ്റ്റമർ അത് ചെറുതായിട്ട് അപ്ഗ്രേഡ് ചെയ്ത് റെഡ് വൈൻ കളറിലേക്ക് മാറ്റിയതാണ്. അതിന്റെ ടോപ്പ് മോഡൽ എനിക്ക് തോന്നുന്നു ഈ കളർ തന്നെയാണ് വരുന്നത്. വണ്ടിക്കുള്ളിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റിയറിംഗിലെ കൺട്രോൾസ് ഉണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ പോലും മറ്റേ വണ്ടി വരുന്ന ക്രൂയിസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഈ വണ്ടിയിൽ നല്ല ഇതിന്റെ എല്ലാ മോഡലും കീലെസ് ഓപ്ഷൻ ഓൾറെഡി വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ AC-യുടെ കാര്യങ്ങളും അതിലൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. എല്ലാം ഒരുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ മീറ്റർ ആണെങ്കിലും സാധാ അനലോഗ് മീറ്റർ തന്നെയാണ്. സെന്ററിൽ പക്ഷേ ചെറിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടി ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ സ്റ്റീരിയോയുടെ ഭാഗമൊക്കെ ക്ലിയർ ആയിട്ട് വരുന്നത്. സ്റ്റീരിയോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മുടെ ക്യാൻബോർഡ് F8 അത് 6GB 128 അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നതാണ്. നമ്മളിത് ഫിറ്റ് ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ 6 മാസം അടുപ്പിച്ചായിട്ടുണ്ട്. പിന്നെ നമ്മൾ വിട്ടുപോയൊരു കാര്യമാണ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്. അത് എനിക്കൊന്ന് മാരുതിയുടെ സാധാരണ ഇങ്ങനെയുള്ള വണ്ടിയിൽ വരുന്നതല്ല. ഇത് പക്ഷേ ടൊയോട്ടയുടെ ശരിക്കുള്ള ഒരു ടൊയോട്ടയുടെ കളിയാണ് ഇതിൽ നടന്നിരിക്കുന്നത്. ടൊയോട്ട നല്ല രീതിയിൽ പണിഞ്ഞിറക്കിയ സെറ്റാണെന്ന് പറയാം. എഞ്ചിൻ റൂം പക്ഷേ ഇച്ചിരി ഒരു നല്ല ക്യാപ്പൊക്കെ കൊടുത്ത് നല്ല അടച്ച് വൃത്തിയായിട്ട് വെക്കാറുണ്ട്. ഇതിപ്പോൾ എന്തെങ്കിലും കയറി ഇരുന്നാൽ പോലും നമുക്കറിയത്തില്ല. നല്ല ഒന്നുമില്ലാതെ ചുമ്മാ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഇട്ടേക്കുന്ന ഒരു രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വണ്ടിയിൽ കുറച്ചുകൂടെ ഒന്ന് ഒരു അടപ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്യാമായിരുന്നു. വണ്ടിയുടെ ബാക്ക് സീറ്റ് ആണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല സ്പേസ് ഉണ്ട്. അത്യാവശ്യം നല്ല ഫുട്ബോൾ കളിക്കാനുള്ള സ്പേസ് ഉണ്ടെന്ന് വേണേൽ പറയാം. നമ്മുടെ സീറ്റ് ഒരുമാതിരി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫ്രണ്ട് സീറ്റ്. എന്നിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ വണ്ടിയിൽ ഏകദേശം നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഏകദേശം എന്തെങ്കിലും മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും.